ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രറ്റ്സ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജീര റൈസാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ക്വിക്ക് ഫിക്സ് ഐറ്റം തന്നെയാണ് ജീര റൈസ്. അവിചാരിതമായ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക് ജീര റൈസ് ഉണ്ടാക്കാം. ജോലി അധികം ചെയ്യുകയും വേണ്ട, വെറൈറ്റി ഫുഡ് സെർവ് ചെയ്യുകയും ആകാം. ജീര റൈസ് പ്ലെയിൻ കേടിൻ്റെയും അച്ചാറിൻ്റെയും ഒക്കെ കൂടി കൂട്ടി കഴിക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ജീര റൈസിനായി 2 കപ്പ് ബസ്മതി റൈസും 2.5 കപ്പ് വെള്ളവും എടുക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ജീരകം, ഒരു വലിയ കറുത്ത ഏലക്ക, ഗ്രാമ്പൂ 4 എണ്ണം, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 2 ഉണക്കമുളക്, കുറച്ച് മല്ലിയില, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ജീരകം ഒഴിച്ച് ബാക്കി മസാലകളൊക്കെ ഓപ്ഷണലാണ്. ബാസ്മതി റൈസ് ആദ്യമായി കഴുകിയെടുക്കാം. കഴുകുമ്പോൾ വെള്ള കളറിലുള്ള വെള്ളമാണല്ലോ ആദ്യം വരിക. റൈസിൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ടാണ് ഈ കളർ. വെള്ളത്തിൻ്റെ കളർ തെളിഞ്ഞു വരുന്നത് വരെ 3-4 പ്രാവശ്യം അരി കഴുകിയെടുക്കുക. കുക്കായി കഴിയുമ്പോൾ ചോറ് കുഴഞ്ഞു പോകാതെ റൈസ് ഗ്രെയിൻസ് പ്രത്യേകമായി കിട്ടുന്നതിന് ഇങ്ങനെ കഴുകുന്നത് സഹായിക്കും. 4 പ്രാവശ്യം ഇവിടെ അരി കഴുകിയിട്ടുണ്ട്. ഈ അരി ഇനി നമുക്ക് 20 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യുവാൻ വയ്ക്കാം. സോക്ക് ചെയ്യാതെയും റൈസ് കുക്ക് ചെയ്യാവുന്നതാണ്. അല്പം വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി. സോക്ക് ചെയ്യുമ്പോൾ റൈസ് കുറച്ച് സോഫ്റ്റ് ആകും, കുക്കിംഗ് ടൈം കുറയുകയും ചെയ്യും. 20 മിനിറ്റ് കഴിയുമ്പോൾ അരിയിൽ നിന്നും വെള്ളം ഊറ്റി വയ്ക്കുക. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ റൈസ് കുക്ക് ചെയ്യാം. പാത്രം ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ജീരകം ഒഴിച്ച് ബാക്കി എല്ലാ മസാലകളും ഇട്ടുകൊടുക്കുക. മസാലകളുടെ മണം നെയ്യിന് വരുവാൻ വേണ്ടിയാണിത്. നെയ്യ് അധികം ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഇനി ജീരകവും ഇട്ടുകൊടുക്കുക. ജീരകവും മൂത്ത് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ റൈസ് ആഡ് ചെയ്യാം. റൈസ് നെയ്യിലിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. റൈസിൻ്റെ വെള്ളം കംപ്ലീറ്റായി വലിഞ്ഞു കിട്ടും. റൈസ് ഗ്രെയിൻസ് പൊട്ടിപ്പോകാതെ സാവകാശം ഇളക്കുക. ഇനി റൈസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസ് സോക്ക് ചെയ്യുന്നത് കൊണ്ട് 2.5 കപ്പ് ഒഴിച്ചാൽ മതി. സോക്ക് ചെയ്തില്ലെങ്കിൽ ഒരു 1/4 കപ്പ് കൂടി ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇനി ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും റൈസിലെ വെള്ളമൊക്കെ കുറേ വറ്റി ഓൾമോസ്റ്റ് കുക്കായിരിക്കും. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം വറ്റുവാനായി വീണ്ടും അടച്ചു വയ്ക്കുക. ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം കുക്ക് ചെയ്യുവാൻ. 1 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുക. വെള്ളമുണ്ടെങ്കിൽ മാത്രം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. കുത്തി ഇളക്കാതെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞുവല്ലോ. ഇനിയും ഈ പാത്രം 15 മിനിറ്റ് കൂടി അടച്ചു വെക്കണം. ആ സ്റ്റീമിൽ തന്നെ ഇരുന്ന റൈസ് ഒന്നുകൂടി കുക്കാകുവാനും നെയ്യിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ അംശം കംപ്ലീറ്റായി വലിഞ്ഞു കിട്ടുവാനും ഇത് സഹായിക്കും. ഇതാണ് ജീര റൈസിൻ്റെ പാകം. നെയ്യ് ചേർക്കുന്നത് കൊണ്ട് സ്ലൈറ്റ് യെല്ലോ കളറിലാണ് എപ്പോഴും കിട്ടുക. റൈസ് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒട്ടും കുഴഞ്ഞു പോകാതെ ജീര റൈസ് കുക്കായിട്ടുണ്ട്. ഒരുപാട് പണിയൊന്നും ചെയ്യാതെ തന്നെ ഒരു സ്പെഷ്യൽ റൈസ് തയ്യാറാക്കി കിട്ടി. കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക.